പുതുവർഷം പിറന്ന് 3 മാസം മാത്രം പിന്നിടുമ്പോൾ കുതിച്ചുയർന്ന് സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ. 8464 റോഡ് അപകടങ്ങളിലായി ജീവൻ നഷ്ടമായത് 638 പേർക്കാണ്. 2025 ഫെബ്രുവരിയുള്ള കണക്കുകളാണിത്. വിവിധ അപകടങ്ങളിലായി 9700 പേർക്ക് പരിക്കേറ്റു. റോഡ് സുരക്ഷകൾ ശക്തമാക്കിയതിലൂടെ അപകടങ്ങൾ കുറയുന്നുവെന്ന് സർക്കാർ സ്വയം അവകാശപ്പെടുമ്പോഴാണ് അപകടങ്ങളുടെ കണക്കുകൾ നമ്മെ ഞെട്ടിക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, ദിവസവും യാത്ര പോകുന്നവർക്കറിയാം, വരുന്ന വഴികളിലൊക്കെയും ഒരു അപകടമെങ്കിലും കാണാതെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്ന് റോഡുകളിൽ ഒഴുകിയെത്തുന്ന മണ്ണൊക്കെ വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കണക്കാണല്ലോ. സർക്കാരിൻ്റെ പറച്ചിലുകളെ അപ്പാടെ തള്ളിക്കളയുന്നതോ കണക്കുകൾ? കൃഷ്ണരാജ്, നമ്മുടെ ദേശീയപാതയായാലും ശരി, സംസ്ഥാന പാതകളായാലും ശരി, ഗ്രാമവേദികളായാലും ശരി, ഇവിടെയെല്ലാം നിരന്തരം അപകടങ്ങൾ നടക്കുന്നു എന്നതിന് തെളിവാണ് ഈ രേഖകൾ സൂചിപ്പിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വലിയ ഒരു കണക്കുകൾ തന്നെയാണ് ഈ കഴിഞ്ഞ 2 മാസക്കാലം പുതുവത്സരം പിറന്നതിന് ശേഷം, അതായത് 2025 പിറന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അപകടങ്ങളുടെയും മരണങ്ങളുടെയും കണക്കുകളാണ് ഇത് എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത്. കാരണം ഒരു വർഷം പൂർത്തിയോ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ പകുതിയോ ആയിട്ടില്ല, അതിനു മുമ്പ് തന്നെ അപകടങ്ങൾ കുതിച്ചുയരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഈ റോഡ് അപകടങ്ങൾ തടയുവാനായി പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. റോഡ് സുരക്ഷാ അതോറിറ്റി അടക്കമുള്ളവർ ചേർന്നുകൊണ്ട് പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ AI ക്യാമറകൾ സ്ഥാപിച്ചതുപോലും അത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നു എന്ന് പലതവണ സർക്കാർ അവകാശപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതൊക്കെ സ്ഥാപിച്ചതിന് ശേഷമാണ് റോഡ് അപകടങ്ങൾ കുറഞ്ഞിട്ടുള്ളതെന്ന്. മാത്രമല്ല, പല സ്ഥലങ്ങളിൽ ഇൻ്റർസെപ്റ്റർ ഉള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ നിരീക്ഷണ ക്യാമറകൾ മറ്റ് സ്ഥലങ്ങളിലുണ്ട്. ഇങ്ങനെയെല്ലാം നടത്തുമ്പോഴും അപകടങ്ങളിലും കുറവില്ല. അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണത്തിലും കുറവില്ല, പരിക്കേൽക്കുന്നവരുടെ എണ്ണത്തിലും കുറവില്ല. ദിനം പ്രതി ഈ ഓരോ കണക്കുകളും വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സർക്കാരിൻ്റെ ഒരു പരാജയമായിട്ട് വേണം നമുക്ക് കണക്കിലാക്കാൻ. കഴിഞ്ഞ ഈ 2 മാസത്തെ കണക്കുകളാണ് ഇപ്പോൾ ഏറ്റവും പറയാനുള്ളത്. അതായത് ഈ 2025 ആരംഭിച്ചതിന് ശേഷം ഈ ഫെബ്രുവരി മാസം വരെയുള്ള കണക്കാണ്. 8464 റോഡ് അപകടങ്ങളാണ് സംസ്ഥാനത്താകമാനമുണ്ടായത്. ഇതിൽ 638 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. പരിക്കേറ്റത്, അതായത് ഈ അപകടങ്ങളിൽ ഗുരുതരവും അല്ലാത്തതുമായിട്ടുള്ള പരിക്കുകളേറ്റത് ഈ 2 മാസ കാലയളവിൽ 9703 പേർക്കാണ്. ഇങ്ങനെയാണ് ഈ കണക്കുകൾ എന്ന് പറയുന്നത്. അതായത് വലിയ ഒരു 2 മാസം മാത്രമാണ് പിന്നിടുന്നത്. അതും ഈ മാർച്ച് മാസത്തിലെയും ഏപ്രിൽ മാസത്തിലെയും പകുതിയുള്ള കണക്കുകളും തുടർന്ന് മാത്രമേ അപ്ഡേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ തുടർന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ സംഖ്യ ആയിരിക്കില്ല. തുടർന്നും മരണസംഖ്യയായാലും ശരി, അതോടൊപ്പം തന്നെ പരിക്കേറ്റവരുടെ എണ്ണത്തിലുള്ള സംഖ്യകളായാലും ശരി, അത് വർദ്ധിക്കുവാനുള്ള സാധ്യത, ഇതിലും കൂടുതൽ വർദ്ധിക്കുവാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം ആ രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ നടക്കുന്നത്. പല സമയങ്ങളിലും KSRTC ഡ്രൈവർമാരുടെ അടക്കമുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഡ്രൈവിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് അശാസ്ത്രീയമായ പൊതുജനങ്ങളുടെ അടക്കം അശാസ്ത്രീയമായ ഡ്രൈവിംഗ്, മദ്യപിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് അടക്കമുള്ളവയുണ്ട്. അതോടൊപ്പം തന്നെ യുവാക്കൾ അധികവും മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ അമിത വേഗം, ബൈക്കുകളിലൂടെയുള്ള ആക്സിഡൻറ്റ്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട്. ഒരു വലിയ കണക്കുമുണ്ട്. കാരണം ഈ ജില്ല തിരിച്ചുള്ള കണക്കുകൾ പോലും പറയാമെങ്കിൽ സമയം അതിക്രമിക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ടാകും. അത്രയ്ക്ക് വലുതാണ് ഓരോ ജില്ലകളിലെയും കണക്കുകൾ നമ്മൾ പറയുമ്പോൾ. ഇതിന് എടുത്തു പറയേണ്ടത് ഇതിനോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിലെ കണക്കുകൾ കൂടിയാണ്. അതായത് 2024-ലും 2023-ലും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. അതിൽ നിന്നും വലിയ കുറവൊന്നുമില്ല എന്നാണ് ഈ വർഷത്തിലേക്ക് വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ എത്തുമ്പോഴും സംഭവിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 2024-ൽ 48,919 റോഡ് അപകടങ്ങളാണ് ഉണ്ടായത്. അതിൽ 3774 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 54,741 പേർ പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ് രക്ഷപ്പെടുന്നവരായിട്ടുള്ള സാഹചര്യമുണ്ടായി. അതായത് ഗുരുതരവും അല്ലാത്തതുമായിട്ടുള്ള പരിക്കുകളുണ്ടായത്. അതിൽ ചിലപ്പോൾ ഈ അപകടങ്ങളിൽ ഈ പരിക്കേറ്റവർ കിടപ്പ് രോഗികളായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് ചലനശേഷി നഷ്ടപ്പെട്ടവരുണ്ടാവാം. അങ്ങനെ ആ പരിക്കേറ്റവരുടെ കൂടി കണക്കുകളാണ് ഇത് പറയുന്നത്. അതോടൊപ്പം തന്നെ 2023 വരുമ്പോഴും 48,091
അപകടങ്ങളാണ് ഉണ്ടായത്. അതിൽ 4080 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ 4080 പേർക്ക് ജീവൻ നഷ്ടമാവുകയും 54,320 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇങ്ങനെ ഒരു വലിയ സംഖ്യ ഇത്തരത്തിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം പല സമയങ്ങളിൽ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാക്കുകയും ഈ അപകടങ്ങളെ നേരിടുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വീഴ്ച സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നേരിടുക എന്ന് പറയുന്നത് ഈ റോഡ് സുരക്ഷാ സംവിധാനങ്ങളടക്കം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ കൂടി അടിസ്ഥാനമാണ്. കാരണം ഇത്തരത്തിൽ അമിത വേഗത്തിലൂടെ പോകുന്ന വാഹനങ്ങളെ കണ്ടെത്തുവാനോ മദ്യപിച്ച് വരുന്ന വാഹനങ്ങളെ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ വേഗ നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം പരാജയപ്പെടുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഖ്യകൾ മരണസംഖ്യ അടക്കം കൂടുതലില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനടക്കം ഉണ്ടാകുന്ന വീഴ്ച. അതായത് റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റവർ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ എത്തിക്കാൻ ആളുകൾ തയ്യാറാകാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെയും അത് സമാനമായ രീതിയിൽ നിലനിൽക്കുന്നതാണ്. കാരണം ഇത്തരത്തിൽ രാത്രിയോ അല്ലെങ്കിൽ മറ്റ് അസമയങ്ങളിൽ മറ്റും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ആ സമയങ്ങളിൽ പോലും പരിക്കേറ്റപ്പെടുന്നവരെ മാസത്തിനിടെ സംസ്ഥാനത്ത് 8464 റോഡ് അപകടങ്ങൾ ഉണ്ടായി എന്നാണ്. ജീവൻ നഷ്ടമായത് 638 പേർക്കാണ്. എല്ലാ സുരക്ഷയും റോഡുകൾ ഒരുക്കി വച്ചിരിക്കുകയാണെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും സംഭവിക്കുന്നത് ഇതാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.